ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് നമ്മൾ കുറച്ച് കാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. ആ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? 2 കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോവാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഹെർമിറ്റാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ലെസ് കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ മാനസികമായിട്ട് അവരെ തളർത്തി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിൽ സറണ്ടർ ആയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ചിന്തിക്കുകയാണ്, എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്? ആരുടെയൊക്കെ പ്രവർത്തനം മൂലം ഞാനും എൻ്റെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മ വന്നു പോയി. അത് എങ്ങനെയാണ് തരണം ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയുന്നില്ല. എൻ്റെ യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ട് എനിക്ക് വഴി കാണിച്ചു തരണം, നേർവഴി കാണിച്ചു തരണം. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് യൂണിവേഴ്സിൽ സറണ്ടറായി അത്രമേൽ പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. അതുപോലെ അവർ ഒറ്റപ്പെട്ടിരിക്കുന്നൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. എന്നാൽ അവർക്ക് പ്രകാശം നൽകാനായിട്ട്, അവർക്ക് നേർവഴി കാണിക്കാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നു. കാരണം അവരൊറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ മൈൻഡിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം. മെഡിറ്റേഷൻ ചെയ്ത് അവരവരുടെ മൈൻഡിനെ കൺട്രോളാക്കി കൊണ്ടുവരുന്നുണ്ടാവാം. അപ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അവർ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ, ആ ഒരു ദൈവം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിന് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തികളിൽ പ്രവർത്തിച്ചേ പറ്റുള്ളൂ. കാരണം അവർ പ്രാർത്ഥിക്കുന്നേക്കാളും കൂടുതൽ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് അത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അവിടെ കാണിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർക്കും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നു. നിങ്ങളുമായിട്ടുള്ള ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ അവരെ ഒത്തിരി തളർത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിനോട് അത്രമേൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നേർവഴി കാണിച്ചു തരാൻ. ഈ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഡെവിളാണ് കിട്ടിയിട്ടുള്ളത്. ഡെവിൾ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും എന്ന് പറയുന്നില്ല, എന്നാൽ വളരെ കുറച്ച് വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഈ ഡിലേ വരാൻ കാരണം തേർഡ് പാർട്ടി ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർ വരുവാൻ ആഗ്രഹിക്കുമ്പോഴും തേർഡ് പാർട്ടി അവരെ പിന്നിലേക്ക് വലിക്കുന്നു. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് എത്തിക്കാതെ ഒരു തടഞ്ഞു നിർത്തുന്നത്. അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. എന്നാലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്, വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്, നിങ്ങളും അവരും തമ്മിൽ, ആ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങളും അവരും തമ്മിൽ ചേരുവാനായിട്ട് വളരെയേറെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. അവർ നാളെ വരാനായിട്ട് ഒരുങ്ങാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഇവരെന്തെങ്കിലും അവിടെ ഒപ്പിച്ചിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനൊരു തടസ്സം വരിക. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യുക. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? പോസിറ്റീവായി തിങ്ക് ചെയ്തല്ലേ പ്രാർത്ഥിക്കുന്നേ? അവർ വരാനായിട്ട് ഡിലേ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ്. എങ്കിൽ നിങ്ങൾ തളരരുത്. നിങ്ങൾ യൂണിവേഴ്സിൽ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മളെക്കാളും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് നമുക്ക് ചുറ്റുമുണ്ടാകാം. ഒരുപാട് തടസ്സങ്ങൾ വരാം, ഇല്ലേ? അതൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വേണം. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നില്ല വിചാരിച്ചിട്ട് നിങ്ങൾ തളർന്നിരിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, മെഡിറ്റേഷൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അത് എൻ്റെ ആവും. അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം ആകുമ്പോൾ അത് എൻ്റെ ആയിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. അത് ഉറപ്പ് തന്നെയാണ്. കാരണം ഈ തേർഡ് പാർട്ടി എത്ര കടന്ന് പ്രവർത്തിച്ചാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളില്ലാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ ഇമോഷനെയാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് തരാനായിട്ടുള്ള സ്നേഹമാണ് അവരുടെ വലത് കൈയിൽ ആ കപ്പ് നിറയിരിക്കുന്നത്. അത് വാങ്ങുവാനായിട്ട് നിങ്ങളും തയ്യാറാണ്.
എന്നാൽ ഇവിടെ സൈഡിലായിട്ടുള്ള 3 കപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി, കരിയർ, അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ അവർക്ക് സൈഡിലായിട്ടുണ്ട്, അവർക്ക് ചുറ്റുപാടുമുണ്ട്. അവർക്ക് സന്തോഷത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. എത്രയൊക്കെ അവർക്ക് ചുറ്റുപാടും ആൾക്കാരുണ്ടെങ്കിലും അവർ ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ്. നിങ്ങളെ അത്രമേൽ പ്രണയിക്കുന്നു, അത്രമേൽ ആഗ്രഹം അവർക്ക് ഉണ്ടെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. എന്നാൽ ഈ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ മൂലമാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് വാൻഡ്സ് കാർഡാണ്. അവർ പരിശ്രമിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. ആരെന്ത് ചോദിച്ചാലും അവരെ കൊണ്ട് കഴിയുന്ന വിധം സഹായിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അവർക്കൊരാവശ്യം വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കളായാലും അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അവർക്കൊരു സഹായം നൽകുന്നുണ്ടാകാം. അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെ എൻ്റെ പേഴ്സണുമായിട്ട് ഞാൻ ഇങ്ങനെ നോ കോൺടാക്ട് സിറ്റുവേഷനാണ്, അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പിരിഞ്ഞിരിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ളത്, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല എന്ന് അടുത്ത വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് ആരെങ്കിലോട് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലേ? അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ പരിശ്രമിക്കുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. വീണു പോയിട്ടും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പ്രവർത്തിക്കാമെന്ന് പറയില്ലേ? ഒരു വട്ടം നിങ്ങൾ കാണുവാനായിട്ട് അവർ തയ്യാറാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. എന്നാലും അവർ തളർന്നു പോകുന്നില്ല, വീണ്ടും പരിശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാൻ പരിശ്രമിക്കുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് അവരുടെ ഫോക്കസ്, നിങ്ങൾ തന്നെയാണ് അവരുടെ പ്രണയം എന്നവർ തിരിച്ചറിഞ്ഞിട്ട് പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൻഡ്സ് കാർഡാണ്. കിങ് ഓഫ് വാൻഡ് എന്ന് പറയുമ്പോൾ ഒരു രാജാവിനെ പോലെ ഉറച്ച നിലപാടുള്ള, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവർ വീടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരാണ് അവിടെ ഒരു കിങ് എന്ന് പറയുന്നത്. കുറച്ച് പേരെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ വാക്കുകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജാവിനെ പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹമുണ്ട്. അവർ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനെ തരണം ചെയ്തുകൊണ്ട് പരിശ്രമിച്ച് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ 2 ഓഫ് പെൻഡക്കിൾ കാർഡാണ് അടുത്ത് കിട്ടിയിട്ടുള്ളത്. 2 ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ബാലൻസിനെയാണ് കാണിക്കുന്നത്. ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അവരുടെ ഫാമിലി, അവരുടെ കരിയർ, അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഒരു സൈഡിൽ നിർത്തണം. നിങ്ങൾ എന്ന വ്യക്തിയെ ഒരു സൈഡിൽ നിർത്തണം. രണ്ടിനെയും ഒരുപോലെ ബാലൻസിൽ കൊണ്ടുപോകണം. അവർക്ക് നിങ്ങളെ വേർപെട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മോൺ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അവർ പോയിട്ടുണ്ട് നിങ്ങളിൽ നിന്നും. അവർ ശാരീരികമായി നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും വളരെ അകലെയാണ്. എങ്കിൽ മാനസികമായി നോക്കുകയാണെങ്കിൽ, മനസ്സുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അവർക്കും നിങ്ങൾക്കും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. എത്രയൊക്കെ നിങ്ങൾ അകറ്റിയാലും നിങ്ങൾക്ക് ഒന്നാവണമെന്ന് നിങ്ങളുടെ യൂണിവേഴ്സ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആരൊക്കെ നിങ്ങൾ അകറ്റിയാലും നിങ്ങൾ ഒന്നാവേണ്ടവരാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ബാലൻസ് കൊണ്ടുവരണം. നിങ്ങളെ ആഗ്രഹത്തോടു കൂടി നോക്കുന്ന, നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് 2 ഓഫ് പെൻഡക്കിൾ കാർഡിലൂടെ. അപ്പം നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഡിലേ ഉണ്ട്. അത് തേർഡ് പാർട്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്, നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവിടെ അടുത്ത കാർഡ് കിട്ടിയിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഡ്രീം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അവർക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ പവർഫുൾ വിഷനെയാണ് കാണിക്കുന്നത്. അവർ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തണം. നിങ്ങളും അവരും തമ്മിൽ ഉള്ള ഈ ഒരു നോ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് പല വ്യക്തികളുടെ ഇടപെടലാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയണം. അവരെന്താണ് നമ്മളിൽ ചെയ്തത്, ഞാനും നീയും തമ്മിൽ ഇന്ന് വേർപിരിയാനായിട്ടുണ്ടായ ആ ഒരു കാരണം എന്തെന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. അത് യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ടാവാം, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എൻ്റെ പേഴ്സണും ഞാനും തമ്മിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ എന്താണ് കാരണമെന്ന് എനിക്ക് തെളിയിച്ചു തരണം. ഞാൻ നല്ലൊരു വ്യക്തിയെയാണ് പ്രണയിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ പാടില്ലായിരുന്നു. അത്രമേൽ പ്രാർത്ഥിക്കുന്ന, നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ധ്യാനത്തിലിരിക്കുന്ന പോലെ കാണിക്കുന്നത്. അവരത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. അവർ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം.
അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെയും അവരെയും ബ്ലെസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുമ്പോൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞു പോയതെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള പ്രണയം മുന്നത്തേക്കാളും ഇരട്ടിയായിട്ട് തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. കാരണം അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് വാൻഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനാണ്. നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നില്ലേ? ആ ആഗ്രഹം സഫലമാകാനായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കൊക്കെ നിങ്ങളും അവരും കണ്ടുമുട്ടിയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിയിട്ട് ഒരു എൻഗേജ്മെന്റിലേക്കോ കമ്മിറ്റ്മെന്റിലേക്കോ ഒക്കെ പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സംഗമം, ഒരു സെലിബ്രേഷൻ, നിങ്ങളും അവരും തമ്മിലുള്ള ആ റിയൂണിയൻ സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഈ കാർഡ് മീൻ ചെയ്യാം. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നു. വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു റിയൂണിയൻ സെലിബ്രേഷനൊക്കെ തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ദ ലവേഴ്സ് കാർഡാണ്. അവർ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അവർ റിയലൈസ് ചെയ്യുകയാണ്, ഞാനും എൻ്റെ പേഴ്സണും തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. എത്രയൊക്കെ ഞങ്ങളെ മറ്റുള്ളവർ വേർപിരിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് വേർപിരിയാൻ സാധിക്കില്ല. ഞാനും അവരും തമ്മിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഞങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ഞങ്ങളെ വേർപിരിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ വേർപിരിയേണ്ടവരല്ല എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. ഞാൻ പൂർണ്ണനാകുന്നത് അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തുന്നത് എൻ്റെ പേഴ്സണും ഞാനും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിലാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണും മൊത്തമുള്ള ജീവിതമാണ്. അതിന് തയ്യാറെടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് അത്രമേൽ പ്രണയമുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരിന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് അവർക്കെല്ലാം എന്ന്. വേറെ എവിടെയൊക്കെ അവർ ചെന്നാലും അവർക്ക് ഈ ഒരു സന്തോഷവും ഈ സമാധാനവും ഒന്നും കിട്ടില്ല. അവരായിട്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. അവരുടെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവും അറിയുന്ന വ്യക്തി നിങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്രമേൽ പ്രണയം നിങ്ങളോട് അവർക്കുണ്ടെന്നാണ് പറയുന്നത്. ഏത് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനമാണോ നിങ്ങളിലേക്കും അവരിലേക്കും പ്രവർത്തിച്ചിട്ടുള്ളത് അതെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് പോസിറ്റീവ് തിങ്കിങ് ആണ്, സെൽഫ് ലവ് ആണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അവർ വരുമോ എന്ന് സംശയിക്കേണ്ട. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അപ്പം നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി പ്രാർത്ഥിക്കുക. വരുമോ എന്ന് സംശയിക്കേണ്ട, വരും. കാരണം എത്രയൊക്കെ അവരെ പൂട്ടിയിട്ടാലും എത്രയവരെ മനസ്സിനെ വേർപിരിക്കാൻ ശ്രമിച്ചാലും അവർ നിങ്ങളിലേക്ക് തന്നെ വരുവാനായിട്ട് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണോ ആ ആഗ്രഹത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കും. അതാണ് ഈ സെലിബ്രേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ കറണ്ട് സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ അതൊക്കെ എന്താവുന്നു നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ടൈം കാർഡ് കൂടി എടുക്കാം. എന്താണ് ടൈം കാർഡ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് 27 ഡേയ്സ് എന്നാണ് പറയുന്നത്, 27 ദിവസം. സെക്കൻഡ് കാർഡ് വിത്തിൻ 1 വീക്ക് എന്നാണ് പറയുന്നത്, ഒരാഴ്ച. തേർഡ് കാർഡ് 25 ഡേയ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഈ 3 കാർഡ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്തെടുക്കാം. അത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി പ്രാർത്ഥിക്കണം. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുമെന്ന്. എത്രയൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും അതൊക്കെ എൻ്റെ ആവാനായിട്ട് നമ്മുടെ യൂണിവേഴ്സിന് സാധിക്കും. നമ്മളും അതിനുവേണ്ടി പ്രവർത്തിക്കണം, നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ എത്രമാത്രം ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു, എത്രമാത്രം മെഡിറ്റേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആ ആഗ്രഹം യൂണിവേഴ്സിനെ കാണാതിരിക്കാൻ പറ്റില്ല. നിങ്ങളിലേക്ക് വരുവാനായിട്ട് എത്ര തടസ്സം ഉണ്ടെങ്കിലും അവർ വരും. അപ്പം നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കാം.